ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റോറി ടോക്കീസിലൂടെ കാണാൻ പോകുന്നത് അറഫ്ത സീരീസിലെ 19ാമത്തെ എപ്പിസോഡാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അദീഷിനെയും മേജിനെയാണ്. മേജിന് ഒരുപാട് വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവരൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയായിരിക്കും. മേജിൻ അവിടെ എത്തിയ പാടെ തന്നെ ലിസ്റ്റ് നോക്കി ആകെ കുഴപ്പത്തിലാവും. ഇതിൽ ഞാനിപ്പോൾ ഏതാ വാങ്ങേണ്ടത്? അവൾക്കാണെങ്കിൽ 2 ഫുഡ് ആലോചിച്ച് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ഞാൻ ഇത് വാങ്ങണോ അതോ ഇത് വാങ്ങണോ? ഇതെല്ലാം കാണുമ്പോൾ അദീഷിന് നല്ല ചിരി വരും. അവൻ വെയിറ്ററോട് ആ 2 ഫുഡ് ഓർഡർ ചെയ്തേക്കാൻ പറയും. ഇത് കാണുമ്പോൾ മേജിനും പറയും, സാധാരണ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്ക് ഒരുപാട് വിശന്നിരിക്കുമ്പോൾ എനിക്ക് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മേജന്റെ ഈ ബിഹേവിയർ എല്ലാം കണ്ട് അദീഷിന് വിയേർഡായി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേജൻ അങ്ങനെ പറയുന്നത്. പക്ഷെ അദീഷിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ നസീർ അദീഷിന് കൊല്ലാൻ വേണ്ടി അയച്ച ഒരാളും ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവർ ഇവരെ തന്നെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഫുഡെല്ലാം വന്നു കഴിയുമ്പോൾ മേജൻ ഒരുപാട് ആർത്തിയോടെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ അദീഷ് അത് നോക്കിക്കൊണ്ടിരിക്കും. അവൻ പറയും, നീ എന്താ ഇത്ര ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്? ഞാനൊന്നും വിചാരിച്ചാൽ പോലും എനിക്കിങ്ങനെ കഴിക്കാൻ കഴിയില്ല. അതിൻ്റെ ഇടയിൽ മേജൻ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ ഫേസിലെല്ലാം ഫുഡ് ഉണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ അദീഷും അതെല്ലാം അവളുടെ ഫേസിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ആ കോട്ടും സ്യൂട്ടും ഇട്ടാൽ അവരുടെ അതേ പുറകെ തന്നെ പോവും. ഇതെല്ലാം കാണുമ്പോൾ അദീഷും മേജനും ചെറിയൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്, ഇവർ നമ്മളെ ഫോളോ ചെയ്യാണോ എന്ന്. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ കാറിൽ തന്നെ പോവാണ്. അവർ രണ്ടുപേരും കാറിൽ അവരുടെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമായിരിക്കും. പെട്ടെന്നാണ് അദീഷിന്റെ കാറ് സ്റ്റക്ക് ആവുന്നത്. ഇത് കാണുമ്പോൾ കാറിന് പണി കിട്ടില്ലെന്നും പറഞ്ഞ് അദീഷ് കാറിൽ നിന്നിറങ്ങി അത് ശരിയാക്കാൻ നോക്കുമായിരിക്കും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അയാളുടെ പ്ലാൻ ആയിരുന്നു. അയാൾ ദൂരെ നിന്ന് അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ മെല്ലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗണ്ണെടുത്തോണ്ട് അദീഷിനെ ചൂണ്ടി നിൽക്കുകയാണ്. അയാൾ അദീഷിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് മേജൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു വരുമ്പോൾ അദീഷ് പറയും, കാറിന്റെ എഞ്ചിന് കുറച്ച് ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അത് കൂളാക്കാതെ നമുക്കിനി അത് എടുത്തുകൊണ്ടാവാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ ഇവിടെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോയി വല്ല മെക്കാനിക്കിനെയും കിട്ടുമെന്ന് നോക്കാന്ന് പറഞ്ഞ് അവർ ആ വണ്ടി അവിടെ വെച്ച് അവിടെ നിന്നും കാട്ടിലേക്ക് നടക്കുകയാണ്. മേജൻ ഹീൽസ് ഇട്ടുകൊണ്ട് തന്നെ അവൾക്ക് മര്യാദക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. അദീഷ് അവന്റെ കൈ നീട്ടി ഇതിൽ പിടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കും. പക്ഷേ കൂടുതൽ നടക്കുമ്പോൾ അവളുടെ കാല് വേദനിക്കുന്നതുകൊണ്ട് തന്നെ അവൾ അദീഷിന്റെ കൈ പിടിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ആ കാട്ടിലൂടെ മെക്കാനിക്കിനെയും തെരഞ്ഞുകൊണ്ട് പോവായിരിക്കും. അവരുടെ പിന്നാലായിട്ട് തന്നെ നസീർ ഏൽപ്പിച്ച ആ ആളും അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് വിയേർഡ് സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ മേജൻ പേടിച്ചുകൊണ്ട് തന്നെ അദീഷിന്റെ കൈ മുറുകെ പിടിച്ച് നടക്കുകയാണ്. കുറച്ചു നേരം നടക്കുമ്പോൾ അദീഷ് അവളോട് കൈ വിടാൻ പറയും. ഇത് കേൾക്കുമ്പോൾ മേജന് ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ എന്നോട് നിങ്ങൾ കൈ പിടിക്കാൻ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ കൈ പിടിച്ചപ്പോൾ ഇപ്പൊ നിങ്ങൾ വിടാൻ പറയുന്നു? നിങ്ങൾ എന്തൊരു റൂഡാണ്. ഇത് കേൾക്കുമ്പോൾ അദീഷ് ഒന്നും മിണ്ടില്ല. കാരണം അദീഷ് മേജൻ തണുക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുക്കും. അത് കാണുമ്പോൾ അവൾ അവനോട് നന്ദി പറയും. എന്തായാലും ഇങ്ങനെ തണുപ്പ് കൂടിക്കൂടി വരുമ്പോൾ നമുക്കിതിലൂടെ കൂടുതൽ നേരം നടക്കാൻ പറ്റില്ല. നമുക്കിവിടെ എവിടെയെങ്കിലും ഒന്ന് തങ്ങേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അവരതും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു മുത്തശ്ശൻ വരുന്നത്. മുത്തശ്ശനെ കാണുമ്പോൾ തന്നെ അദീഷ് അവരുടെ സിറ്റുവേഷനെല്ലാം വിശദീകരിച്ച് കൊടുക്കും. ഇപ്പം ഞങ്ങളൊരു മെക്കാനിക്കിനെ തിരഞ്ഞിറങ്ങിയതാണെന്നും പറയും. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയും, മെക്കാനിക്കൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ അവരെല്ലാം ഇപ്പം ലീവിലാണ്. ഇത് കേൾക്കുമ്പോൾ അദീഷ് പറയും, അങ്ങനെയാണെങ്കിൽ വല്ല ലോഡ്ജോ ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് തൽക്കാലം ഈ ഒരു രാത്രി തങ്ങാൻ? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയും, ഇതെന്ത് ചോദ്യം? ഞാനല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാലോ. പക്ഷേ അവർക്കതൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് അദീഷ് അത് വേണ്ടെന്ന് പറയും. എങ്കിലും ആ മുത്തശ്ശൻ ഒരുപാട് നിർബന്ധിക്കും. ഞങ്ങളുടെ പേരക്കുട്ടികളും മക്കളെല്ലാം ഞങ്ങൾ ഇട്ടുപോയി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ വക്കത്ത് വരെ ഒരു ഗസ്റ്റ് വന്നിട്ട് ഞങ്ങൾ എങ്ങനെ അവരെ സ്വീകരിക്കാതിരിക്കുന്നത്? ഇതെല്ലാം കേൾക്കുമ്പോൾ അദീഷ് അതിന് സമ്മതിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാര്യ മേജനാണെന്ന് പറഞ്ഞ് അദീഷ് മേജൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അവർ പോകാൻ നിൽക്കുമ്പോൾ ആ മുത്തശ്ശൻ ചുമന്നുകൊണ്ടിരുന്ന സാധനം അദീഷ് ചുമക്കുകയാണ്. നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് അദീഷ് അത് ചുമക്കും. അയാൾ ഒരുപാട് തവണ അത് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അദീഷ് അതിന് സമ്മതിക്കുന്നില്ല. അദീഷ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ മേജൻ ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ആ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകും. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നസീറിൻ്റെ ആളും അവിടെ പുറകെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും ആ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് എത്തും. മുത്തശ്ശൻ്റെ ഭാര്യയോട് അവരെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കും. അവരിനി ഇന്ന് രാത്രി എവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ മുത്തശ്ശൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ മുത്തശ്ശി അവർക്ക് ഒരു ജ്യൂസ് എല്ലാം സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കുടിച്ചതിന് ശേഷം അദീഷ് നേരെ ജമാലിനെ വിളിക്കാൻ വേണ്ടി പോവും. ഞങ്ങളിപ്പോൾ തൽക്കാലം ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ വെച്ച് വണ്ടി ഒന്ന് ചെറുതായിട്ട് കേടൊന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് വന്നോളാം. ഇന്ന് രാത്രി എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ തങ്ങേണ്ടി
വരും. ഞങ്ങളെക്കുറിച്ച് ആരും ആലോചിച്ച് പേടിക്കണ്ട, മേജൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ആദേശ് ആ കോള് കട്ട് ചെയ്യും. ജമാൽ കോള് കട്ട് ചെയ്യുമ്പോഴാണ് അവിടേക്ക് ആസിൽ വരുന്നത്. ഇത്ര നേരമായിട്ടും എന്താ ആദേശ് വീട്ടിലേക്ക് വരാത്തെന്ന് ആലോചിച്ച് അവൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. അവളുടെ ടെൻഷൻ കാണുമ്പോൾ ജമാൽ അവളോട് കാര്യം പറയും. ഇന്നെന്തായാലും ആദേശിന് വരാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അവരൊരു സ്ഥലത്ത് തങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ആസിലിക്ക് നല്ല ദേഷ്യം വരും. ആ നാശം പിടിച്ചവളും അവന്റെ കൂടെ ഉണ്ടാവും അല്ലേ. ഇതെല്ലാം കേട്ടോണ്ട് അപ്പുറത്ത് നെർമിൻ ഇരിക്കുന്നുണ്ടാവും. ആസിലിയുടെ പൊള്ളല് കാണുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാവും. അതിലേക്ക് കുറച്ചുകൂടി എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയുന്ന പോലെ നെർമിൻ പറയും. എന്തായാലും അവരിപ്പോ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് അല്ലേ, ചിലപ്പോ അവരിതൊരു ഹണിമൂണായിട്ട് കണ്ടു പോയതാവും. ഇതും കൂടി കേൾക്കുമ്പോൾ ആസിലിക്ക് നല്ല ദേഷ്യം വരും. ദേ മിണ്ടാതിരുന്നോ, വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഇത് കേൾക്കുമ്പോൾ നെർമിൻ അവളോട് ചോദിക്കും, അല്ല കൊച്ചേ, നീ എന്തിനാ അതിന് എത്ര കിടന്ന് നടക്കുന്നത്? ഇതിൽ നിന്നെ ബാധിക്കുന്ന വിഷയമൊന്നുമില്ലല്ലോ, ആ ദേഷ്യം മേജനല്ലേ പോയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ആസിലിക്കൊന്നും പറയാനുണ്ടാവില്ല. അവിടെ ദേഷ്യം പിടിച്ച് അവിടെ ഒന്നും മുഖം ചൊളിച്ചോണ്ട് പോവും. ഇത് കാണുമ്പോൾ നെർമിന് നല്ല സന്തോഷമാവും. അങ്ങനെ നേരെല്ലാം ഒരുപാട് ഇരുട്ടായി. മേജൻ അവൾ വന്ന അതേ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ മുത്തശ്ശി അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടാൻ കൊടുക്കും. അതെല്ലാം ഇട്ടുകൊണ്ട് മേജൻ വരുമ്പോൾ ആ ദേഷ്യം മേജനെ തന്നെ നോക്കി നിൽക്കും. അങ്ങനെ അവർ 4 പേരും ഒരുമിച്ച് സംസാരിച്ചതിന് ശേഷം മുത്തശ്ശിയും മേജനും അടുക്കളയിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പം അവിടെ മുത്തശ്ശനും ആദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ മുത്തശ്ശൻ പറയും, മോനെ ഞാൻ നിനക്ക് ചെറിയൊരു അഡ്വൈസ് തരാം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർ എന്തെല്ലാമാണോ പറയുന്നത് അതെല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നത് നല്ലത്. ചിലപ്പോൾ അവരുടെ ആശയങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എങ്കിലും അവർ പറയുന്ന കാര്യം ഒന്ന് മൂളി കേട്ടാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം അവർ പറയുന്നത് ശരിയാണെന്ന് വെച്ചാൽ മതി. നമുക്കതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഭാര്യമാർക്ക് അതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും. നമ്മുടെ ബന്ധം ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇപ്പം തന്നെ എൻ്റെ ജീവിതം കണ്ടില്ലേ, ഞാനും എൻ്റെ ഗുല്ലും കല്യാണം കഴിച്ചിട്ട് ഇപ്പം 40 വർഷത്തിന് മേലായി. ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സമാധാനത്തോടെയും സ്നേഹത്തോടെയും അതെല്ലാം ശരിവെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. മുത്തശ്ശൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര കാമായിട്ട് എല്ലാം നല്ല ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ് ആദേശ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ മേജൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ കിച്ചണിലേക്ക് പോകുമ്പോൾ മുത്തശ്ശി അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾ രണ്ടുപേരും വളരെ നല്ലൊരു ജോഡിയാണ്. അവൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവൻ മോളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. മോൾക്കും അവൻ ഒരുപാട് ഇഷ്ടമാണല്ലേ. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം മോൾ എത്ര ശ്രദ്ധയോടെ കേൾക്കുന്നത്. അവനെ മോള് നന്നായി റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലേ. ഒരു ഭാര്യയും ഭർത്താവുമ്പോൾ സ്നേഹത്തോടൊപ്പം തന്നെ പരസ്പരം റെസ്പെക്റ്റും ചെയ്യണം. നേരത്തെ ആദേശം എങ്ങനെയാണോ ശ്രദ്ധിച്ചിരുന്നത് അതുപോലെ തന്നെ മേജനും ഭയങ്കര ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയും, എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്ത് തരുമോ? പുറത്ത് തോട്ടത്തിൽ കുറച്ച് മല്ലിയിൽ ഇരിക്കുന്നുണ്ട്, നീ അതൊന്ന് എടുത്തോണ്ട് വരാമോ? ഇത് കേൾക്കുമ്പോൾ അതിനെന്താ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് മേജൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അവൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മല്ലിയിലെ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആദേശ് വരുന്നത്. ആദേശിനെ അവിടെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ മേജൻ ആകെ ഷോക്കായി പോവാണ്. അവളാകെ അലറി വിളിക്കാൻ പോവായിരിക്കും. അപ്പോഴേക്കും ആദേശ് അവളുടെ വാ പൊത്തി പിടിക്കും. ആദേശ്, നീ എന്തായി ചെയ്തത്? ഞാനിപ്പോൾ പേടിച്ച് ചത്തുപോയേനെ. ഒന്ന് പറഞ്ഞിട്ടൊക്കെ വന്നൂടെ, ഇങ്ങനെ പേടിപ്പിക്കണോ? ഇത് കേൾക്കുമ്പോൾ ആദേശ് സോറി പറയും. ഞാൻ നീ ഇത്ര പേടിച്ചു പോകുമെന്ന് വിചാരിച്ചില്ല, നിന്നെ ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് പറയും. അതിനുശേഷം അവൾ ആ മല്ലിയിൽ എടുക്കുമായിരിക്കും. പക്ഷേ അവൾക്കത് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആദേശ് അവളെ സഹായിക്കും. ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആദേശ് അവൾക്കത് കാണിച്ചു കൊടുക്കും. അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവൻ അത് അവൾക്ക് എടുത്തു കൊടുക്കും. ഇതെല്ലാം കാണുമ്പോൾ മേജൻ ഒരുപാട് ഇമ്പ്രസ് ആയി പോകും. അങ്ങനെ അതിനുശേഷം അവൾ അവിടെ നിന്നും പോകും. അതിനുശേഷം മുത്തശ്ശിയും മേജനും കൂടി ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അവർക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർ 4 പേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കായിരിക്കും. ഈ എപ്പിസോഡിൽ പകുതി മുക്കാലും ആദേശും മേജനും പരസ്പരം നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതൊരുപാട് മനോഹരമായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നതും. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം അവരെല്ലാവരും പുറത്തിരുന്നുകൊണ്ട് ചായ കുടിക്കുകയായിരിക്കും. അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും, ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് സമയം പുറത്തിരിക്കാൻ കഴിയില്ല, എന്തായാലും ഞങ്ങൾക്ക് വയസ്സായില്ലേ, ഞങ്ങൾ ഉള്ളിലേക്ക് പോവാം, നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ് അവരവിടെ നിന്നും പോകും. മേജൻ അവളുടെ മുടി ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ തലയിരിക്കുന്ന സ്കാർഫ് അഴിഞ്ഞു പോകും. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ആദേശ് അത് പിടിച്ച് അത് റെഡിയാക്കി കൊടുക്കും. അതിനുശേഷം അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മേജൻ ആദേശിനോട് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും ഇതുപോലൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ഒരിക്കലും ഇല്ല, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പരസ്പരം സ്നേഹവും കെയറിങ്ങും സന്തോഷവും എല്ലാം കണ്ടിട്ട് മേജൻ അവരെ കുറിച്ച് ആദേശിനോട് പറയും, എത്ര മനോഹരമായ ദമ്പതികളാണല്ലേ, ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 40 വർഷത്തിൽ കൂടുതലായത്രേ. ഇപ്പോഴും ഇതുപോലെ ഒരുപാട് സ്നേഹവും സന്തോഷമുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലേ. ഇത് കേൾക്കുമ്പോൾ ആദേശം പറയും, അതെ ശരിയാണ്, അവരുടെ കാര്യം വളരെ മനോഹരമാണ്, എനിക്കും മുത്തശ്ശനെയും മുത്തശ്ശിയെ ഒരുപാട് ഇഷ്ടമായി. ഇത് കേൾക്കുമ്പോൾ മേജന് പറയും, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇതുപോലെ നല്ലൊരു മനുഷ്യന്മാരെ കാണുന്നത്. ഈ സ്ഥലവും ഇവിടുത്തെ മനുഷ്യന്മാരെയും മുത്തശ്ശനെയും മുത്തശ്ശിയും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, എനിക്ക് ഇത്ര ഇഷ്ടമായെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. സത്യം പറഞ്ഞാൽ അവിടുത്തെ ചുറ്റുപാടും ആ മാൻഷനും ഓഫീസും കമ്പനിയും വർക്കും ഇതെല്ലാം വിട്ടു നിൽക്കുന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. പക്ഷേ ഇപ്പം എനിക്കതിന് കഴിയില്ല, കാരണം ഇപ്പം എനിക്ക് വലിയൊരു പ്രൊജക്റ്റ് ചെയ്തു തീർക്കാനുള്ളതല്ലേ. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവരോട് പറയും,
ആ കാര്യം വിളിച്ച് നീ പേടിക്കണ്ട. എന്തായാലും നിന്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ആ ഏരിയൽ ഹോസ്പിറ്റൽ തുടങ്ങണം. അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യമെല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മനോഹരമായിട്ട് ചെയ്തു തീർക്കണം. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നീ വിചാരിച്ചതുപോലെ തന്നെ നടക്കുമെന്ന് ആദേശ് അവളോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജിനുള്ളിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തണുക്കുന്നതുകൊണ്ട് തന്നെ അവൾ വേഗം ഒരു പുതപ്പെടുക്കാൻ വേണ്ടി പോകും. അതിനുശേഷം അവൾ ആ പുതപ്പ് ആദേശിനെ കൊണ്ട് പുതപ്പിക്കും. ആദേശ് അത് വേണ്ട, എനിക്ക് തണുക്കുന്നൊന്നുമില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മേജൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. അവൻ അവളെ കൊണ്ട് അത് പുതപ്പിക്കും. മുത്തശ്ശി നേരത്തെ പറഞ്ഞ നിങ്ങൾ കേട്ടതല്ലേ, എല്ലാ കാര്യങ്ങളും വേഗം സമ്മതിച്ചാൽ കൂടുതൽ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഇത് കേൾക്കുമ്പോൾ ആദേശ് നല്ല ചിരി വരുന്നുണ്ട്. പക്ഷെ അവനെ പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയാണ്. ആകാശത്ത് ഒരുപാട് സ്റ്റാർസ് ഉള്ളതുകൊണ്ട് തന്നെ മേജിന് ഭയങ്കര എക്സൈറ്റഡ് ആയി സ്റ്റാർസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതെല്ലാം കാണുമ്പോൾ ആദേശും അവൾക്ക് സ്റ്റാറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓരോ സ്റ്റാർസിന്റെ പേരും അതിന്റെ പ്രത്യേകതകളും ഇതെല്ലാം ആദേശ് അവൾക്ക് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ഒത്തിരി ഹാപ്പി ആവും. അവിടെ കാണുന്ന ആ നല്ല തിളങ്ങി നിൽക്കുന്ന ആ സ്റ്റാറില്ലേ, അതിന്റെ പേരെന്താ? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, അതൊരു സ്റ്റാർ അല്ല, അതൊരു പ്ലാനറ്റാ, വീനസ് അറിയില്ലേ, അതാണത് എന്നും പറഞ്ഞുകൊണ്ട് വീനസിനെ കുറിച്ച് ഒരുപാട് പ്രത്യേകതകളെല്ലാം പറഞ്ഞെടുക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ഒത്തിരി ഇംപ്രസ്ഡ് ആയി ആദേശിനെ തന്നെ നോക്കി നിൽക്കും. നിനക്ക് എങ്ങനെ ഇതെല്ലാം അറിയുന്നത്? ഞാൻ ഒരുപാട് ബുക്കെല്ലാം വായിച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് എനിക്ക് ഈ അറിവുകളെല്ലാം കിട്ടിയതെന്ന് ആദേശ് അവളോട് പറയും. അങ്ങനെ അവർ രണ്ടുപേരും ആകാശത്തിലേക്ക് നോക്കി ഒരുപാട് ഹാപ്പിയായി നല്ലൊരു മൊമെന്റ് ഷെയർ ചെയ്യായിരിക്കും. എങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നസീറിന്റെ ആള് അവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും. അവർ രണ്ടുപേരും ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെന്റ് എല്ലാം അവന് ഫോട്ടോ എടുത്ത് നേരെ നസീറിന് അയച്ചു കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് സമയം ഒരുമിച്ച് പുറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മേജൻ നല്ല തണുക്കുന്നുണ്ടാവും. ഇനി ഇതിൽ കൂടുതൽ വിടുന്ന ഞാൻ വിറച്ചു മരിക്കും എന്ന് പറഞ്ഞ് മേജൻ വേഗം ഉള്ളിലേക്ക് കയറിപ്പോവും. അതിനുശേഷം ആദേശ് അവനോട് തന്നെ പറയും, എനിക്കിപ്പോൾ എന്തൊക്കെയായി സംഭവിച്ചേ? എനിക്കെന്താ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? അവള് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു പെൺകുട്ടി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ആദേശ് അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് നസീറിനെയാണ്. അവന് ആദേശും മേജനും പരസ്പരം നോക്കി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ദേഷ്യം പിടിക്കുകയാണ്. അവൻ നേരെ ആ ഫോട്ടോ അയച്ചവനെ വിളിച്ചിട്ട് പറയും, നീ ഇനി കൂടുതൽ നേരം അവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോയിക്കോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യും. അതിനുശേഷം അവൻ നേരെ ആസ്ലിയെ വിളിച്ച് വീടിന് പുറത്തിറങ്ങി നിൽക്കാൻ പറയും. ആസ്ലിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും. നീ എന്തിനാണ് ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നമാവും. എന്താ പറയാമെന്ന് വെച്ചാൽ വേഗം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. ഇത് കേൾക്കുമ്പോൾ നസീർ പറയും, ഞാൻ നിനക്ക് നല്ലൊരു ഓഫർ തരാൻ പോവാണ്. ഈ ഒരു ഓഫറിന് ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നത്തിൽ നല്ലൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും. ഇത് കേൾക്കുമ്പോൾ ആസ്ലിക്ക് മനസ്സിലാവും അവൻ ആദേശിനെയും മേജനെയും കുറിച്ചാണ് പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൾ പറയും, ഇവരെ കുറിച്ച് പറയാനാണോ നീ ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നത്? എങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകാൻ നിൽക്കായിരിക്കും. അപ്പോൾ നസീർ അവളുടെ കൈ പിടിച്ച് തടയും. നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറയുന്നത് ഫുള്ള് കേട്ടില്ലല്ലോ. നീ എന്നെ തെറ്റിദ്ധരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന കാര്യം മുഴുവൻ കേൾക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന അവരുടെ രണ്ടുപേരുടെ ആ ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ ആസിലിക്ക് നല്ല ദേഷ്യം വരും. അവൾ അവളുടെ ദേഷ്യമെല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പം നസീർ അവളോട് പറയും, നിനക്കിത് കാണുമ്പോൾ നന്നായിട്ട് പൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം, കാരണം എനിക്കും ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ നീ പേടിക്കണ്ട, ഇതിന് പറ്റിയൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്, അതിന് നീ സമ്മതിച്ചാൽ മാത്രം മതി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആസ്ലി ആകെ ഷോക്കായി നിൽക്കുകയായിരിക്കും. അവൾക്ക് നല്ല ദേഷ്യം വന്നുകൊണ്ട് തന്നെ മിണ്ടാതെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ നസീർ പറയും, എനിക്കറിയാം നിനക്കിപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യാനാ, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇതിന് എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നിനക്കിപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുമ്പോൾ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോട്ടോ എല്ലാം നിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുമ്പോൾ ഞാൻ പറയുന്നതിൽ കാര്യമാണെന്ന് നിനക്ക് മനസ്സിലായിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് നസീർ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും മേജനെയാണ്. അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശി അവരെ കാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ സമയം ഒരുപാടായി, നിങ്ങൾക്ക് ഉറങ്ങാനായിട്ടുണ്ടാവും അല്ലേ? പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്കുള്ള റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആദേശിനെയും മേജനെയും അവർ റൂം കാണിച്ചു കൊടുക്കും. അവിടെയാണെങ്കിൽ ഒറ്റ ബെഡേ ഉണ്ടാവുള്ളൂ. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചതൊക്കെ ആണെങ്കിലും ഇതുവരെ അവർ രണ്ടുപേരും ഒരു ബെഡ് കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഇതെല്ലാം മുത്തശ്ശിയോട് പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും അവരെന്തെങ്കിലുമൊക്കെ പറയാൻ വരുമ്പോഴേക്കും മുത്തശ്ശിയും പറയും, ഇനി നിങ്ങളൊന്നും പറയണ്ട, വേഗം കിടന്നുറങ്ങിക്കോ, നല്ല ക്ഷീണം കാണും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഗുഡ് നൈറ്റും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോവും. എങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ ആദേശും മേജനും ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മേജൻ മനസ്സിൽ വിചാരിക്കും, ഇനി ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ ഒരു ബെഡിലാണോ കിടന്നുറങ്ങാൻ പോകുന്നത്? അങ്ങനെ അവർ രണ്ടുപേരും ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് തന്നെ അറഫ്ത സീരീസിൻ്റെ 19ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷനും എപ്പിസോഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ റെഡ് ഹാർട്ട് ഇടാൻ മറക്കരുത്. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ആവുകയും എനിക്ക് പുതിയ പുതിയ വീഡിയോസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിടാൻ തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.